മഴവില്ല്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മഞ്ഞു മൂടിക്കിടക്കുന്ന തോട്ടത്തിലേക്ക് നോക്കി എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ ജനലിനടുത്ത് നിൽക്കുകയാണ് സണ്ണി. ഇത്തവണ മിസ്സാവില്ല സാർ. ഡാനിയുടെ ശബ്ദം കേട്ട വാക്കുകൾ പിടിച്ച് തിരിഞ്ഞു. അമ്മാതിരി സ്കെച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. അഭിമന്യുവും ദേവരാജന്റെ മോനും മോളും ഭാര്യയും എന്തിന് ആ കുടുംബത്തിലെ പൂച്ചക്കുട്ടി അവരെ തീർത്തിട്ട് അടങ്ങും. ടീമിന് ഇറക്കിയിരിക്കുന്ന യു പിയിൽ നിന്നാ കാശ് കുറച്ച് ചെലവാകും. എത്ര കാശായാലും പ്രശ്നമില്ല ഡാനി. സണ്ണി പല്ലിയരിച്ചു. കൊല്ലം കുറേയായി ഞാൻ ഈ പകയും കൊണ്ട് അറിയുന്നു. എന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത അപ്പച്ചനെ കൊന്ന ദേവരാജനെയും സത്യപാലനെയും വകവരുത്താനാ ഞാനെന്ന് ശ്രമിച്ചേ. അതിൻ്റെ ഇടയിലേക്ക് അഭിമന്യു കയറി വന്നു. എനിക്ക് വേണ്ടി കളത്തിലിറങ്ങിയ ഓരോ ആളുകളെ അവൻ വീഴ്ത്തി. ഒടുവിൽ എന്നെയും. അന്ന് സമാധാനിച്ച് അവൻ പ്രതികാരം ചെയ്യാനാണല്ലോ വന്നെന്നാ. പക്ഷേ ദേവരാജന്റെ മോളെയും കിട്ടി അവനവിടെ സുഖിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സണ്ണി വാക്കുകൾ പിടിച്ച് ബെഡിന് നേരെ നടന്ന് അവിടെ ചെന്നിരുന്നു. സത്യപാലനും ദേവരാജനും ചത്തുകൊണ്ടായില്ല. ആ കുടുംബത്തിന്റെ ആരും ബാക്കിയുണ്ടാവരുത്. ആരും. അത് ഞാൻ ഉറപ്പിരുന്നു. ഡാനി എഴുന്നേറ്റു. എന്നെ തല്ലി ചതച്ച് ദേവരാജന്റെ മോളെ രക്ഷിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല സാറേ. ഇതിനൊരു അവസാനം കണ്ടിട്ട് ഞാൻ വേറെ കൊട്ടേഷൻ എടുക്കുന്നുള്ളൂ. സാറ് ധൈര്യമായിട്ട് നാട്ടിലേക്ക് വാ. ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഡാനി, ആ ബംഗാളി ചെറുക്കൻ ഫുഡ് കൊണ്ടുവന്നാ തുറക്ക്. സണ്ണി പറഞ്ഞു. ഡാനി ചെന്ന് ഡോർ തുറന്നു. ഒരു ചവിട്ടേറ്റ് തെറിച്ച് വീണു. സണ്ണി ഞെട്ടിപ്പോയി. ഒരാൾ റൂമിലേക്ക് പ്രവേശിച്ചു. അത്യാവശ്യം നല്ല പൊക്കമുള്ള ഉറച്ച ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ. ബ്ലാക്ക് ഷർട്ടും പാൻറ്റുമാണ് വേഷം. സണ്ണി ചായോ, എന്നാ ഉണ്ട്, സുഖമല്ലേ? അവനൊരു സിഗരറ്റ് വായിൽ വെച്ച് തീ കൊളുത്തിക്കൊണ്ട് ചോദിച്ചു. ആരാടാ നീ? എങ്ങനെ ഇതിനകത്ത് കയറി? ബാബു, സണ്ണി അലറി. ആ ചെറുപ്പക്കാരൻ പുക ഊതിവിട്ട് ചിരിച്ചു. ആരും വരില്ല. കാവൽ നിന്ന് രണ്ടെണ്ണത്തിനെ ഉറക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് സണ്ണിച്ചാനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഡാനി ചാടി എണീറ്റ് അവന്റെ നേരെ കുതിച്ച് കൈവീശി. സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവൻ ആ കൈ അനായാസം ബ്ലോക്ക് ചെയ്തു. ഡാനിയുടെ മൂക്കിൽ ആഞ്ഞൊരു. അതോടെ ഡാനി പുറകിലേക്ക് വേച്ചു പോയി. ചെറുപ്പക്കാരൻ അരയിൽ നിന്ന് എന്തോ എടുത്ത് സണ്ണിയെ നോക്കി. കാളക്കൊമ്പ, ഒരു വെറൈറ്റി. അടുത്ത സെക്കൻഡ് അവൻ ഡാനിയെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി കഴുത്തിൽ കാളക്കൊമ്പ് കുത്തിയിറക്കി. ഡാനി പിടഞ്ഞുകൊണ്ടിരുന്നു. അവൻ ആ കൊമ്പ് വലിച്ചൂരിയപ്പോൾ രക്തം പുറത്തേക്ക് ചീറ്റി തെറിച്ചു. ഒരു കുത്തുകൂടി ഡാനിയുടെ ശരീരം നിലംപതിച്ചു. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഇവനിങ്ങനെ മസിൽ പിടിച്ചത്. അവൻ സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി. സണ്ണി വിറങ്ങലിച്ചിരിക്കുകയാണ്. അവനും ചേറ് വലിച്ചിട്ട് അടുത്തായിരുന്നു. നല്ല ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുന്ന സണ്ണി തോമസിന്റെ ലൈഫിലേക്ക് ചെകുത്താനെ പോലെ കയറി വന്ന ദേവരാജൻ. സ്വാഭാവികമായിട്ടും ആർക്കും ദേഷ്യം തോന്നും. ദേവരാജൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യപാലൻ ഇല്ലാതാവണം. ബീഹാറികളെ വെച്ച് സത്യപാലന്റെ അനിയ രഘുവിനെ സണ്ണി അങ്ങ് കാച്ചി. അതോടെ സത്യപാലൻ നേരിട്ടിറങ്ങി. സണ്ണിയുടെ അപ്പൻ തോമസിനെ കൊന്നു. കാമുകി ഷീബയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തു. ഒരു തെലുങ്ക് ക്ലീഷ്യ മൂവി പോലെ അല്ലേ? സണ്ണി മിണ്ടിയില്ല. ഷീബയെ രക്ഷിക്കാൻ സണ്ണി വരുമെന്നും അപ്പൊ അനിയന് വേണ്ടി പ്രതികാരം ചെയ്യാമെന്ന് കരുതി സത്യപാലൻ കാത്തിരുന്നു. പക്ഷേ സണ്ണി അനങ്ങിയില്ല. പകരം ദേവരാജന്റെ കുടുംബത്തിനിട്ട് പണിഞ്ഞു. ഒന്നും വിജയിച്ചില്ല. അവസാനം കാമുകിക്ക് പകരം ദേവരാജന്റെ മോള് ശിവാനി അങ്ങ് പൊക്കി. അഭിമന്യു ഒന്ന് പഞ്ഞിക്കിടുകയും ചെയ്തു. കുറെ കാലം കോമയിൽ കിടന്നു. ആത്മസുഹൃത്തി എസ്റ്റേറ്റിന്റെ ഉടമ യോഗേഷ് മാത്രമാണ് സഹായത്തിനുണ്ടായിരുന്നത്. വർഷങ്ങളുടെ ആശുപത്രിവാസത്തിന് ശേഷം ഇപ്പൊ വാക്കർ ഉപയോഗിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും വലത്തേകാലിന്റെയും വലത്തേ കൈയുടെയും സ്വാധീനം കുറഞ്ഞു. തന്നെ ഈ നിലയിലാക്കി അഭിമന്യുവിനോടുള്ള അടങ്ങാത്ത പകയുമായി പുതിയ പദ്ധതികൾ ഒരുക്കുന്നു. നീ ആരാടാ? അഭിമന്യു അയച്ചതാണോ? സണ്ണി മുരളിച്ച പോലെ ചോദിച്ചു. അവനെ ശ്രദ്ധിച്ചില്ല. കഥയുടെ അവസാനാണ് ട്വിസ്റ്റ്. സണ്ണിയുടെ പ്രാണസഖി ഷീബക്ക് സത്യപാലനോട് പ്രണയം. നട്ടെല്ലില്ലാത്ത കാമുവിനേക്കാൾ വില്ലനെ അവൾ സ്നേഹിച്ചു. സത്യപാലന്റെ മരണത്തിന് ഉത്തരവാദികളായവരുടെ അടുത്തേക്ക് അവൾ വരുന്നു. ലക്ഷ്യം പ്രതികാരം. എന്നാൽ അവരുടെ സ്നേഹത്തിനു മുമ്പിൽ ഷീബ തോൽക്കുന്നു. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി. ചതിക്കുഴികളിൽപ്പെട്ട് ജീവിതം നശിച്ചു പോയ ആശരണരായ സ്ത്രീകൾക്ക് വേണ്ടി സീതാലക്ഷ്മി നടത്തുന്ന സ്ഥാപനത്തിന്റെ മേൽനോട്ടം ഇന്ന് ഷീബക്കാണ്. കൊല്ലാമെന്നവളെ ചേർത്ത് പിടിച്ച അഭിമന്യു യദുകൃഷ്ണനുമെല്ലാം അവിടെയും സ്കോർ ചെയ്തു. അവൻ സണ്ണിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഒരിക്കൽ തോറ്റതല്ലേ സണ്ണി നീ? ഒരു മകൻ, കാമുകൻ, അങ്ങനെ എല്ലായിടത്തും നീ ഒരു ഭൂലോക തോൽവിയായിരുന്നു. സ്വന്തം അച്ഛനെയും സ്നേഹിച്ച പെണ്ണിനെയും രക്ഷിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രതികാരത്തിന് ശ്രമിക്കുന്നത് കുത്തിക്കഴപ്പല്ലേ? അവൻ എഴുന്നേറ്റ് കസേര ചവിട്ടി എറിഞ്ഞു. പിന്നെ സണ്ണിയെ ബെഡിലേക്ക് പിടിച്ച് കിടത്തി. സണ്ണി കുതിരാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല.
എന്നെ കൊന്നാലും ഓരോ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കാവില്ലടാ. സണ്ണി പറഞ്ഞതാവും പൊട്ടിച്ചിരിച്ചു. സോറി ഡാർലിംഗ്, ഞാൻ ഇത് ചെയ്യുന്നത് അവരെ രക്ഷിക്കാനല്ല. അവരിൽ നിന്ന് ഓരോരുത്തരുടെയും പ്രാണൻ പോകുന്നത് എന്റെ കൈ കൊണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അതിനിടയില് നിന്റെ കോമഡി വേണ്ട. അവന്റെ കൈ അന്തരീക്ഷത്തിൽ ഉയർന്നതാകുന്നു. കാളക്കൊമ്പ് സണ്ണിയുടെ വയറ് തുളച്ചു. റിവെഞ്ച് ചെയ്യാനുള്ള ഗഡ്സ് ഒന്നും നിനക്ക് ഇല്ല സണ്ണി. നിനക്ക് ആ കുടുംബം മൊത്തം നശിക്കണമെന്നല്ലേ ആഗ്രഹം. അത് ഞാൻ ഏറ്റു. നീ അപ്പച്ചന്റെ കൂടെ പരലോകത്തിരുന്ന് അത് കണ്ട് ആസ്വദിക്കുക. 5 തവണ കൂടി അവൻ കാളക്കൊമ്പ് കൊണ്ട് സണ്ണിയുടെ ശരീരത്തിൽ കുത്തി. 5-ാം തവണ കൊമ്പോലിച്ചപ്പോൾ കുടൽമാലയും പുറത്തേക്ക് വന്നു. ബെഡ് രക്തത്തിൽ കുളിച്ചു. പൾസ് നോക്കി മരണം ഉറപ്പിച്ച ശേഷം അവൻ എഴുന്നേറ്റ് ബാത്റൂമിൽ ചെന്ന് കൈകൾ കഴുകി. കാളക്കൊമ്പ് കഴുകി തുടച്ച് അരയിൽ വെച്ച് 2 മൃതദേഹങ്ങളും ഒന്ന് നോക്കി. നിന്റെ ശത്രുക്കളെല്ലാം തീർക്കേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ അഭിമന്യു. ഇതിനൊക്കെ സ്മരണ വേണം, സ്മരണ. ചൂളം വിളിച്ചുകൊണ്ടാവും മുറിവിട്ടിറങ്ങി. തുറന്നിട്ട ജനലിലൂടെ വന്ന കാറ്റിൽ രക്തത്തിന്റെ രൂക്ഷഗന്ധമെങ്ങും പരന്നു തുടങ്ങി. പാലാട്ടി എന്ന ബോർഡ് വെച്ച മതിൽക്കെട്ട് കടന്ന് ഗ്രേ കളർ ബെൻസ് കാർ അകത്തേക്ക് പ്രവേശിച്ചു. കൊട്ടാര സദൃശ്യമായ വലിയ വീടിന്റെ പോർച്ചിൽ കാറ് നിന്നു. ചെടികൾ നനയ്ക്കുകയായിരുന്ന ഒരാൾ ഓടിയെത്തി ഡോറ് തുറന്നു. കാറിൽ നിന്നും സത്യഭാമ പുറത്തിറങ്ങി. വില കൂടിയ സാരിയുടെ തുമ്പ് നിലത്തിട്ടാ ശ്രദ്ധിച്ചുകൊണ്ട് അവർ കീ അയാൾക്ക് നൽകി. തോമസേ, കാറിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യണം. അയാൾ ഭവ്യതയോടെ തലയാട്ടി. മക്കള് വന്നില്ലേ? അച്ചുമോൻ കുറച്ചു മുമ്പാ വന്ന്, വേറെ ആരും എത്തിയിട്ടില്ല. അവരിരുത്തി മൂളി അകത്തേക്ക് നടന്നു. ജയരാമന്റെ ഭാര്യയാണ് സത്യഭാമ. അങ്ങനെ പറയുന്നതിനേക്കാൾ സത്യഭാമയുടെ ഭർത്താവാണ് ജയരാമൻ എന്ന് പറയുന്നതാവും ശരി. കാരണം പാലാട്ട് തറവാട്ടിലെ അവരുടെ ബിസിനസ്സുകളിലുമെല്ലാം സത്യഭാമയുടേതാണ് അവസാന വാക്ക്. ജയരാമന് പോലും അവരെ പേടിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാറുണ്ട്. ആ നോട്ടത്തിനു മുമ്പിലും മൂർച്ചയേറിയ വാക്കുകൾക്ക് മുമ്പിലും ആരായാലും ഒന്ന് പതറും. 3 മക്കളാണ്, ആര്യൻ, അശ്വിൻ, പിന്നെ ഏറ്റവും ഇളയ മകൾ അനാമിക. ആര്യനും അശ്വിനും ബിസിനസ്സുകൾ നോക്കി നടത്തുകയാണ്. സീ ഫുഡ് എക്സ്പോർട്ടിംഗ്, അപ്പാർട്ട്മെന്റ്സ്, റിസോർട്ട്. ഇത് കൂടാതെ പാലാട്ട് പ്രൊഡക്ഷൻ എന്ന പേരിൽ സിനിമകൾ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. അനാമിക MBA വിദ്യാർത്ഥിനിയും. റൂമിൽ കട്ടിൽ കിടക്കിയായിരുന്ന അശ്വിൻ അമ്മയെ കണ്ടപ്പോൾ പിടഞ്ഞെഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് അമ്മ. നിന്നോട് ഇന്ന് രാവിലെ സീ ഫുഡ്സിലേക്ക് പോകാൻ പറഞ്ഞല്ലേ? അവർ പരുഷമായ സ്വരത്തിൽ ചോദിച്ചു. അത് ഏട്ടൻ പോയിക്കോളാന്ന് പറഞ്ഞോണ്ടമ്മ. ഏട്ടനല്ല, ഞാനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോകാൻ പറഞ്ഞ പോയിക്കോളണം, കേട്ടല്ലോ? അവൻ തലയാട്ടി. നിന്റെ അച്ഛനെവിടെയാ? MLA രാഘവനെ കണ്ടിട്ട് ഉച്ചയാകുമ്പോഴേക്ക് എത്തുമെന്ന് പറഞ്ഞു. അവരൊന്ന് നീട്ടിമൂളി. പിന്നെ അശ്വിനെ അടിമുടി നോക്കി. അച്ഛനോടും മക്കളോടായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുടുംബത്തിൽ ഇത്രയും പേരുണ്ടായിട്ടും ബിസിനസ്സിൽ നിന്നും വേണ്ട വിധം ലാഭം കിട്ടുന്നില്ല. നിങ്ങളുടെ കലസ്ഥിതയ കാരണം പാർട്ടി, ക്ലബ്ബ്, ഗേൾഫ്രണ്ട്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുന്നാരമോന് സമയം കിട്ടണ്ടേ അല്ലേ? നിന്റെ ഏട്ടനും അച്ഛനും പഴയ പകയും കൊണ്ട് നടക്കുന്നു. അവൻ മറുപടി പറഞ്ഞില്ല. ഒന്നവനെ തറപ്പിച്ചു നോക്കിയ ശേഷം സത്യഭാമ മുറിവിട്ടിറങ്ങി. അശ്വിന് ആശ്വാസത്തോടെ ബെഡിലേക്ക് വീണു. പിന്നെ ഫോൺ എടുത്ത് ആര്യനെ വിളിച്ചു. ഏട്ടനെവിടെയാ? എന്താടാ? അമ്മ രാവിലെ തന്നെ ചൂടില്ല, എനിക്കുള്ള കിട്ടി. അതൊന്നും പതിവുള്ളതല്ലേ, നീ വെച്ചോ. ഞാനൊരിടം വരെ പോവാ. അമ്മ ചോദിച്ചാൽ ഞാൻ വൈകിട്ടെന്ന് പറഞ്ഞേക്കും. കോള് കട്ടായി. അശ്വിൻ ബെഡിലേക്ക് ചുരുണ്ടുകൂടി. നിങ്ങൾ വേണമെങ്കിൽ മെക്കാനിക്കൽ വിളിച്ച് മൊത്തം നോക്കിച്ചോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്വാൻസ് വാങ്ങിച്ചതിന്റെ കൂടെ 5000 കൂടി ഞാൻ ചേർത്ത് തരും. എനിക്ക് കള്ളത്തരം പറഞ്ഞ ശീലല്ല. സുബേർ ഇടത് കൈ കൊണ്ട് നെഞ്ചിൽ 2 തട്ട് കെട്ടി. ഞാൻ ഈ വണ്ടി കച്ചവടം നടത്താൻ തുടങ്ങിയിട്ടേ കാലം കുറയായി മോനെ. ഇന്നേ വരെ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന്. മാരുതി ആൾട്ടോയുടെ ബോണ്ട് തുറന്ന് പരിശോധന നടത്തിയായിരുന്നു. വിഷ്ണു പുഞ്ചിരിച്ചു. എന്നാലും കാശ് കുറച്ച് കൂടുതലല്ലേ? എടാ, നീ തന്ന കാശ് നീതി കിട്ടിയതിനെ ഭാഗ്യം. കുറച്ചുകൂടി ഇറക്കാമെങ്കിൽ പുതിയ മോഡൽ വല്ലതും കിട്ടും. അതൊന്നും വേണ്ടേക്കാം. ആഡംബരം കാണിക്കാനൊന്നുമല്ല. അനീതിയും കൊണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെങ്കിൽ ടാക്സി വിളിക്കണം. നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ ഓരോരുത്തരും വലിയ ഡിമാൻഡാ. സ്വന്തം വണ്ടിയാകുമ്പോൾ ആരെയും കാർ പിടിക്കണ്ടല്ലോ. അല്ലാതെ ടൈൽസ് പണിക്കാരനാണ് എനിക്കെന്തിനാ കാറ്. ഒരു ഓട്ടോ അവിടെ വന്ന് നിന്നു. അതിൽ നിന്നും സുമുഖനായ ഒരു യുവാവ് ഇറങ്ങി. നീ എവിടെയായിരുന്നടാ? എത്ര നേരം കാത്തിക്കുന്നു? വിഷ്ണു കയർത്തു. ബാങ്ക് നിന്റെ അച്ഛൻ സുഗുണന്റെ ആണല്ലോ, പോയറിനെ പൈസ എടുത്ത് തരാൻ. അവനും വിട്ടുകൊടുത്തില്ല. പിന്നെ കയ്യിലൊക്കെ അവർ വിഷ്ണുവിന് നൽകി. അല്ലാതെ നിന്നിപ്പോ കാണാറില്ലല്ലോ, ഈ ടൗണിലൊന്നും വരാറില്ലേ? സുബൈർ ചോദിച്ചു. സമയം വേണ്ടേക്കാ. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഇവനെപ്പോഴും ഹോസ്പിറ്റലായി. ഏറ്റെടുത്ത പണി കുറെ ബാക്കിയാ, അവർക്ക് തീർത്തു കൊടുക്കണ്ടേ? ആദ്യം നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു. വിഷ്ണുക്ക് അവർ സുബൈറിന് നേരെ നീട്ടി. ബിസ്മി ചൊല്ലിക്കൊണ്ട് സുബൈർ അത് വാങ്ങി. എണ്ണി നോക്ക്. എനിക്ക് നിങ്ങൾ രണ്ടാളെയും വിശ്വാസാ. ഞാൻ പോട്ടെ, വേറെ ഡീലിംഗ് കൂടി ഉണ്ടേ. സുബൈർ അവിടെ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഗൾഫിലേക്ക് നല്ല ബീസ് ഒപ്പിച്ചേരട്ടെ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആഹാ, ആ പരിപാടി ഉണ്ടോ? നിങ്ങൾ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലേ? 4 പെൺമക്കളാ മോനെ. വണ്ടി കച്ചവടന്ന് കിട്ടുന്നതിനെ കൊണ്ട് എവിടെ എത്തില്ല. ഇതൊക്കെ ഒറ്റത്തടിയായി നടക്കുന്ന നിനക്കൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? സുബൈർ ബൈക്ക് മുന്നോട്ടെടുത്തു. ഇന്ന് നീ ഡ്രൈവ്. വിഷ്ണു കാറിന്റെ കീ ആദിക്ക് നൽകി. ഓണർ നീയാ, നീ ഓടിച്ചാ മതി. ആദി പറഞ്ഞു. അതല്ലടാ,
ഞാൻ 2 അടിച്ചിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് പാറിക്കറി 4 കൂടി കഴിക്കണം. കാർ വാങ്ങിയത് ആഘോഷിക്കണ്ടേ? മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റാ. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അപ്പൊ എനിക്കടിക്കണ്ടേ? അത് അവിടെ ചെന്നിട്ട് ഇപ്പൊ വണ്ടി എടുക്കുക. ആദ്യം ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കാറ് വാങ്ങി. ജിപ്സി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വിഷ്ണു കയറിയെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് പറഞ്ഞു. എന്തിനാ കുറക്കുന്നത്? റേഞ്ച് റോ നോക്കിക്കൂടെ? എടാ, അവനവന്റെ കഴിവിനനുസരിച്ചുള്ള സ്വപ്നം കാണണം. ജിപ്സി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആദ്യ കാറ് മുന്നോട്ടെടുത്തു. വിഷ്ണു ആ രാജേട്ടന്റെ വീട്ടിലെ പണി പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞു. പുള്ളിയുടെ മോളുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ച മട്ടാ. അതിപ്പോ എങ്ങനെയാടാ? നമ്മൾ 2 ആൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. കോളനിയിലെ പിള്ളേർ മൊത്തം ഫുട്ബോൾ ടൂർണമെന്റിന് പറയുകയല്ലേ. ഒരുത്തനും പണിക്ക് വരില്ല. നീ ആ സുമതി ചേച്ചിയോട് വരാൻ പറ. ഒരു ഹെൽപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങിക്കൂടെ? ഞായറാഴ്ച ടൂർണമെന്റ് കഴിയും. അതിനുശേഷം മറ്റുള്ളവരെയും കൂട്ടാം. സുമതി ചേച്ചിയെ നീ വേണേ വിളിക്കുക, ഞാൻ മിണ്ടാറില്ല. അതെന്ത് പറ്റി? ഇന്നാൾ ആ ഹാജിക്കയുടെ വീട്ടിൽ പണിക്ക് അവരുണ്ടായിരുന്നു. സിമെന്റ് ഒഴിച്ചു തരാൻ പറഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആളെ കാണാതായി. ഞാൻ പോയി നോക്കിയപ്പോൾ പുറകുവശിരുന്ന് ഹാജിക്കയുടെ മോട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുക. ചോദിക്കുമ്പോൾ പറയാ, ഇപ്പോഴത്തെ പെൺപിള്ളേർ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊന്നും അറിയില്ല, പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന്. എനിക്ക് കൺട്രോൾ പോയി കുറെ വഴക്ക് പറഞ്ഞു. അനിയേഷനോട് മിണ്ടാറില്ല. എടാ, അതൊരു പാവ. ആകെയുള്ള മോളുള്ളതെല്ലാം വിറ്റുവർക്ക് കെട്ടിച്ചു കിട്ടും. അവളിപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ അവർ സന്തോഷം കണ്ടത് ഇങ്ങനെയൊക്കെയാ. എന്ന് വെച്ച് പണിക്ക് പോയ വീട്ടിലെ കൊച്ചിനെ കുളിപ്പിക്കാൻ അപ്പി പറയാൻ നിൽക്കണോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണയണ്ട, ഒന്ന് ചവിട്ടി വിടടേ. ആദ്യ കാറിന്റെ വേഗം കൂട്ടി ബാറിലേക്ക് പോകാനുള്ള റോഡിലേക്ക് തിരിയുമ്പോഴാണ് കാറിന്റെ പുറകിൽ എന്തോ ഇടിച്ചത്. ഒന്ന് പാളിപ്പോയെങ്കിൽ ആദ്യം ബ്രേക്ക് ഔട്ടി കാർ സൈഡിലേക്ക് നിർത്തി പുറകിലേക്ക് നോക്കി. ഒരു വൈറ്റ് കളർ ടയോട്ട ഫോർച്യൂണർ. ഇവന്മാറി ഞാൻ ആദിക്ക് തടയാൻ കഴിയും മുമ്പ് വിഷ്ണു ഡോർ ഒന്ന് പുറകിലേക്ക് ഓടി. ആൾട്ടോയുടെ ഇടതുവശത്തെ ലൈറ്റ് തന്നിട്ടുണ്ട്. എവിടെ നോക്കിയാ മരര് നീയൊക്കെ വണ്ടി ഓടിക്കുന്നത്? അലറിക്കൊണ്ടാ ഫോർച്യൂണറിന്റെ ബോണ്ടിൽ ആഞ്ഞടിച്ച്. ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി നീയൊക്കെ. ഫോർച്യൂണറിന്റെ ഡോർ ഒന്ന് ഒരാൾ പുറത്തിറങ്ങുന്ന വിഷ്ണു കണ്ടു. ചുമ്മാ ഷോ കാണിക്കല്ലേ? നിന്നെ ഈ പാട്ട് വണ്ടി വലത്തോട് തിരിയുന്ന ഞാനെങ്ങനെ അറിയാനാ? അതിനാണോ ഇൻഡിക്കേറ്റർ ഇട്ട്? തന്റെ കണ്ണിൽ കുരുവായിരുന്നോ? മര്യാദക്ക് ശരിയാകാനുള്ള കാശെടുക്ക്. ഇല്ലെങ്കിൽ താനിവിടുന്ന് പോവില്ല. ഇരിപ്പിക്കാതെ പോടാ. അയാൾ തിരിച്ച് ഫോർച്യൂണിൽ കയറാൻ ഭാവിച്ചു. അപ്പോഴാണ് തോളിൽ കൈ വീണത്. ആദി, നീ ഏതാടാ? അയാളുടെ കണ്ണുകൾ കുറുകി. അങ്ങനെ അങ്ങ് പോയാലോ? ഒന്നുകിൽ കാശ് തരണം, അല്ലെങ്കിൽ പോലീസ് കേസാക്കണം. നിനക്കൊക്കെ ഞാൻ ആരാണെന്ന് അറിയാമോടാ? ഇല്ലല്ലോ. പക്ഷെ ഇനി ഡയലോഗ് അടിച്ചാ ഞാൻ ആരാണെന്ന് നീ അറിയും. അവന്റെ പിടിമുറുകി. ഫോർച്യൂണറിന്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി അവർക്ക് അരികിലെത്തി ആദ്യം പിടിച്ചു മാറ്റി. അനിയാ, പ്ലീസ് പ്രശ്നം ഉണ്ടാക്കണ്ട. പ്രശ്നം ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് തീർത്തിട്ട് പോയാൽ മതി. ആളുകൾ ചുറ്റും കൂടുന്നുണ്ടായിരുന്നു. ഹോൺ അടിച്ചുകൊണ്ട് പോലീസിന്റെ ബോലർ അവിടേക്ക് വന്നു. അതിൽ നിന്ന് CI ജയകൃഷ്ണൻ ഇറങ്ങി. അയാളെ കണ്ടത് ആദ്യം വിഷ്ണു ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു. എന്താ ആദ്യ പ്രശ്നം? സാറെ, ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ കൊണ്ടിടിച്ചിട്ട് മിണ്ടാ പോവാൻ നോക്കുക. ജയകൃഷ്ണൻ ഫോർച്യൂണിൽ വന്നവിടെ നേരെ തിരിഞ്ഞു. ആര്യൻ, പ്ലീസ് കുറച്ചേരം കാറിലിരിക്കും. വെറുതെ സീൻ ഉണ്ടാക്കണ്ട. ഡേവിടെ, നീ ചെല്ലു. കൂടെ വന്ന പോലീസുകാരോട് ട്രാഫിക് ക്ലിയർ ചെയ്യാൻ പറഞ്ഞ ശേഷം ജയകൃഷ്ണൻ ആദ്യയുടെ കൈ പിടിച്ച് മാറിയിരുന്നു. എടാ, മുട്ടുമ്പോ ആളും തരവും നോക്കണം. അതാരാണെന്ന് അറിയാം നിനക്ക്? ഇല്ല. പാലാട്ട് ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? അതിന്റെ ഓണർ ജയരാമന്റെ മൂത്ത മോനാ ആര്യൻ. ഏത് പരശുരാമന്റെ മോനായാലും എനിക്കൊന്നുമില്ല. സാറ് ഇല്ലാത്ത കാശ് കൊടുത്ത് വാങ്ങിയ വണ്ടിയാ. അതിന് കോല നോക്ക്. ഇതിന് പരിഹാരം ഉണ്ടാക്കില്ലെങ്കിൽ അത് വീട്ടിൽ കയറി തല്ലും. സാറിനെ അറിയാലോ. അതൊക്കെ ഞാൻ ഏറ്റു. നീ വണ്ടി എടുത്ത് സതീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടോ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വിഷ്ണു, ഇവനെയും കൂടി ചെല്ല്. വാടാ, സാറ് പറഞ്ഞല്ലേ. വിഷ്ണു ആദ്യം ചേർത്ത് പിടിച്ചു. ഫോർച്യൂണറിനകത്തിരിക്കുന്നവർ രൂക്ഷമായി നോക്കിയ ശേഷം ആദ്യ കാറിൽ കയറി. കൂടെ വിഷ്ണു. ഓൾട്ടോ മുന്നോട്ട് നീങ്ങി. പുറകെ വരാൻ പോലീസുകാരോട് നിർദ്ദേശിച്ചിട്ട് ജയകൃഷ്ണൻ ഫോർച്യൂണറിൽ കയറി. ഏതാ സാറേ ആ പിള്ളേര്? ഡ്രൈവ് ചെയ്തുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. അത് പറയാം. ആര്യൻ, തെറ്റ് നിന്റെ ഭാഗത്താ. പിന്നെന്തിനാ ചൊറിയാ നിന്ന്? കാശ് കൊടുത്ത് ഒഴിവായിക്കൂടെ? ഇവനൊക്കെ പേടിച്ച് ചോദിക്കുന്ന എടുത്തു കൊടുത്താ അതിനെ നേരം കാണും. നമ്മൾ സ്ട്രോങ് ആണെന്ന് കണ്ടാൽ കിട്ടിയതുമായി മിണ്ടാതെ പോകും. ഇപ്പൊ എന്ത് പറഞ്ഞാ ഒത്തീർപ്പാക്കിയത്? കാർ റിപ്പയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എത്രയാണെന്ന് പറഞ്ഞാൽ മതി. മര്യാദക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ആ കാറിന്റെ വില തന്നെ ഞാൻ കൊടുത്തേനെ. പക്ഷെ അവന്മാരുടെ ആ പെരുമാറ്റം എനിക്കിഷ്ടപ്പെട്ടില്ല. ആരാത്? ഇവിടെ ചോറക്കാട് കോളനിയിലെ പിള്ളേരാ. ഇച്ചിരി പ്രശ്നക്കാരായതുകൊണ്ട് നോക്കിയും കണ്ട് ഡീൽ ചെയ്യണം. എന്നെ ഭയങ്കര കാര്യമാണ്. അകത്താകെ വരുന്ന 1-2 കേസിൽ നിന്ന് ഞാൻ തടിയൂരി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതല്ല വിഷയം. ജയകൃഷ്ണൻ മുന്നോട്ട് നീങ്ങിയിരുന്നു. നമ്മുടെ പ്ലാൻ പറ്റിയ ഒരാളെ വേണം നീ പറഞ്ഞിരുന്നില്ലേ? ഇവൻ കൊള്ളാമോ? ആര്യൻ നമ്പരപ്പോടെ ജയകൃഷ്ണനെ നോക്കി. ഇവനോ? യെസ്, പേരാതി. തന്നേ തള്ളൊന്നുമില്ല. അവന്റെ കൂടെയുള്ള വിഷ്ണു, അവന്റെ കട്ടച്ചങ്ക്. വിഷ്ണുവിന് അവന്റെ വീട്ടുകാർക്കും വേണ്ടി ആദ്യം എന്തും ചെയ്യും. കാരണം അവൻ ഈ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത്രയും വലിയൊരു ടാസ്ക് പിഴവറ്റാ ചെയ്യാൻ അവന് സാധിക്കുമോ? ജയകൃഷ്ണൻ സിഗരറ്റ് കത്തിച്ച് വലിച്ചു. വിഷ്ണുവിന്റെ അനിയത്തി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അവിടെ ചികിത്സ, പഠന ചെലവുകൾ. സാധാരണ കൂലിപ്പണിക്കാർക്ക് താങ്ങാവുന്നതിനേക്കാൾ ഭാരം ചുമക്കുന്ന അവരുടെ മുമ്പിൽ നമ്മൾ വെക്കുന്ന വലിയൊരു ഓഫറാണല്ലോ. തീർച്ചയായിട്ടും അവൻ ചെയ്യും. ആദ്യം ഞാനിത് നൈസായിട്ട് അവതരിപ്പിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കാം.
പക്ഷെ നിന്റെ ഈഗോ കളഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. ആര്യൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്തേ? അല്ല, സാറിന്റെ കാര്യം ചിന്തിച്ചാ. വേദലക്ഷ്മിക്ക് പ്രൊട്ടക്ഷൻ ഒരാൾ വേണമെന്ന് അഭിമന്യു തന്റെ വിശ്വസ്തനായ അഡ്വക്കേറ്റ് ഹരിഹരനോട് പറയുന്നു. ഹരിഹരൻ ആത്മസുഹൃത്തായ സാറിനെ ആ ജോലി ഏൽപ്പിക്കുന്നു. വേദലക്ഷ്മിയുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന എനിക്ക് സാർ ആ വിവരം ചോർത്തി തരികയും എനിക്ക് വേണ്ടി അഭിനയിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി തരികയും ചെയ്യുന്നു. സാറിന് കുറ്റബോധമൊന്നുമില്ലേ? ജയകൃഷ്ണൻ കൗശലച്ചിരിയോടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് അവന് നീട്ടി. ദാ, ഞാൻ ഇതിന്റെ ഭാഗത്താ. അക്കൗണ്ടിൽ കാശ് കയറുമ്പോൾ വരുന്ന മെസ്സേജ് നോട്ടിഫിക്കേഷൻ ഇല്ലേ, അതാ എന്റെ ദൈവം. അഭിമന്യു ഹരിഹരനോട് ഈ വിവരം പറഞ്ഞ് മരിച്ചുപോയ ശ്രീധരൻ, അതായത് വേദലക്ഷ്മിയുടെ അച്ഛൻ, അവന്റെ സുഹൃത്തായിരുന്നെന്നുണ്ടാ. പക്ഷെ നിന്റെ അച്ഛൻ ജയരാമനോട് എനിക്ക് തീർത്താതീരാത്ത കടപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് കണക്കില്ല. സോ ആ നന്ദി ഇങ്ങനെയൊക്കെ തീർക്കുന്നു. കാര്യം നടന്നു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന പോലെ നീ എനിക്കും തരുന്ന വിശ്വാസമുണ്ട്. ഈ ലോകത്ത് പണമാണെല്ലാം. റിട്ടേൺ ചെയ്താൽ എനിക്ക് ജീവിക്കണമല്ലോ. ആര്യന്റെ ഫോണിൽ വിരലുകൾ ചലിച്ചു. എന്റെ സന്തോഷത്തിനൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചിട്ടുണ്ട്, ബാക്കി പിന്നെ. ജയകൃഷ്ണൻ മൊബൈലിലെ മെസ്സേജ് നോക്കി ആ കണ്ണുകൾ വിടർന്നു. താങ്ക്സ് ഡേവിഡ്, എന്നോട് ഇറക്കിയേക്ക്. ഡേവിഡ് ഫോർച്യൂണർ നിർത്തി. അയാൾ പുറത്തിറങ്ങി ആര്യന്റെ അടുത്തേക്ക് വന്നു. അവരുടെ കാർ റിപ്പറിങ്ങിന്റെ കാശ് എത്രയാണെന്ന് ചോദിച്ചിട്ട് പറയാം, കൊടുത്തേക്കണം. ആര്യൻ തലയാട്ടി. ജയകൃഷ്ണൻ പിന്നാലെ വന്ന പോലീസ് ജീപ്പിൽ കയറി ആ ദൂരേക്ക് മറഞ്ഞു. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഡേവിഡ് ചോദിച്ചു. അഭിമന്യുവിന്റെ കൂടെ നിന്ന് ചതിക്കുന്നവനാ. നാളെ നമ്മളെയും ചതിച്ചാലോ? ഏയ്, നെവർ. ആര്യൻ ചിരിച്ചു. വർഷങ്ങളായിട്ട് അറിയുന്ന ആളാ. ഇനി അഥവാ ചതിച്ചാൽ തന്നെ അതിനുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. എന്നെ നിനക്കറിയാലോ. നോ സെന്റിമെന്റ്സ്. നീ വണ്ടി എടുക്കുക. ഫോർച്യൂണർ മുന്നോട്ട് നീങ്ങി. കുളി കഴിഞ്ഞ് എതിർഷ്ടം ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് ഇറങ്ങിയപ്പോൾ മീനാക്ഷി മോൾ ഉറക്കുകയായിരുന്നു. ആ, ഇവൾ ഇത്ര നേരത്തെ ഉറങ്ങിയോ? അവൻ ചോദിച്ചു. ഉവ്, പകരുമ്പോൾ ശിവയുടെ കൂടെ പറമ്പിൽ കളിച്ച് നിമ്പത്തിന്റെ ക്ഷീണ. ഏതു വസ്ത്രം മാറി അവിടെ അരികിൽ കിടന്ന വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്താണ് മാഷെ, റൊമാൻറ്റിക് മൂഡിലാണല്ലോ? എന്റെ റൊമാൻസ് അന്ന് ഇന്ന് ഒരുപോലെ തന്നെ ആ മീനുകുട്ടി. അവൻ മീനാക്ഷിയുടെ പിൻകഴുത്തിൽ പതിയൊന്ന് ഉമ്മവെച്ചു. നിന്നെ കമ്പനിയിലെല്ലാവരും ചോദിക്കുന്നുണ്ട്. എങ്ങനെ വരാനാ കണ്ണേട്ടാ? അമ്മാവിന്റെ കാര്യം നോക്കാൻ അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ. അവിടെ ശിവയുണ്ടല്ലോ. എനിക്ക് പഴയതുപോലെ നിന്നെ എന്റെ കൂടെ വേണം. ഓഫീസ് റൂമിൽ നിന്ന് ഇടയ്ക്കിടെ വിളിക്കാനും ചായ ഉണ്ടാക്കി തരാനൊക്കെ. അയ്യണ, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയിൽ വെക്കുന്ന പരിപാടി ഞാൻ നിർത്തി മോനെ. വീട്ടു ഭരണം സുഖം. അവൾ യദുവിന് നേരെ തിരിഞ്ഞിടന്നു. കണ്ണേട്ടാ, അമ്മാവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല പേടിയുണ്ട്. അഭിയുടെ കാര്യം എന്നേക്കാൾ നന്നായിട്ട് നിനക്ക് അവൻ അറിയില്ലേ മീനു. ഏത് കരുത്തനായ ശത്രു വന്നാലും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. പോരാത്തിന് അവനിപ്പോൾ പഴയ അഭിമന്യുവല്ല. എറണാകുളം, കൊല്ലം, തൃശ്ശൂർ ഇവിടങ്ങളിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവർ തയ്യാറുമാണ്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ പണ്ട് നടന്നതിൻ്റെയൊക്കെ ബാക്കിയാണോ അതോ വേദ ബിൽഡേഴ്സിന്റെ എതിരാളികളാണോ വരാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. കണ്ണിട്ടാ, ഈ സുഭദ്രാമ ശരിക്കും സ്കൂൾ ടീച്ചർ തന്നെയായിരുന്നു. ഉവ്, ശ്രീധരേട്ടൻ ഒരുപാട് വളർന്നിട്ടും അവരാ ജോലി വിട്ടില്ല. പണത്തിനോട് ഒട്ടും ആർത്തില്ലാത്തൊരു പാവം. അങ്ങനെയുള്ളവർക്കാണല്ലോ ഈ ലോകത്തിൽ പ്രശ്നങ്ങളും കൂടുതലുണ്ടാവുക. അദ്ദേഹം ഒരുപാട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതാ വേദ ബിൽഡേഴ്സ്. ഭാനുമതിയെ വേറെന്തോ വാശിപ്പുറത്താ ശേഖരക്കുറുപ്പ് ജയരാമന് കെട്ടിച്ചു കൊടുത്ത്. അയാൾക്ക് ആ കുടുംബത്തിലൊരു പട്ടിയുടെ വില പോലും ഉണ്ടായിരുന്നില്ല. സ്വത്തുക്കളെല്ലാം ഭാനുമതിയുടെ പേരിലും. തന്റെ അനിയന്റെ സ്ഥാനത്തുള്ളവൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ട് ദയ തോന്നി ശ്രീധരേട്ടന്റെ കൂടെ കൂട്ടി. ജയരാമൻ മിടുക്കനായിരുന്നു. കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ അയാൾ നന്നായിട്ട് വിനിയോഗിച്ചു. പക്ഷേ പണത്തിനോടുള്ള അത്യാഗ്രഹം. വേദ ബിൽഡേഴ്സിൽ താൻ വെറുമൊരു പാർട്ട്ണറാണെന്നും തനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ള ചിന്ത. ഭാര്യയുടെ അവരുടെ വീട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കണമെന്ന ലക്ഷ്യത്തിനു വേണ്ടി അയാൾ ബിൽഡേഴ്സിന്റെ പൈസ ഉപയോഗിച്ചു. ശ്രീധരേട്ടനെ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തെ കൊന്നു. നമ്മൾ കൂടെയില്ലെങ്കിൽ ഇന്ന് അതുപോലെ ടീച്ചറെയും വേദ ഇല്ലാതാക്കിയാലേ. ഓ, എന്തൊരു ദുഷ്ടനാ. ഏതു ദുഷ്ടനും വീണു പോകുന്നൊരു ദിവസം വരും മീനു. എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർമ്മയില്ലേ? കുറേ മനുഷ്യരെ ഇല്ലാതാക്കിയിട്ട് കൊടുക്കുക എന്ത് നേടി? ജയരാമനും അതേ വിധി തന്നെയാവും. എന്നിട്ട് അയാൾക്കിപ്പോൾ സ്വന്തം ബിസിനസ് ഉണ്ടോ? എന്തൊക്കെയോ തരികിട പരിപാടികളൊക്കെ ഉണ്ട്. പാലാട്ട് ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ്സും അയാൾ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ഭാനുമതി ആൺമക്കൾ രണ്ടുപേരാണ് നോക്കി നടത്തുന്നത്. അയാൾക്ക് രാഷ്ട്രീയത്തിലൊക്കെ അത്യാവശ്യം പിടിപാടുണ്ട്. പക്ഷെ ഇന്നും അയാളുടെ ലക്ഷ്യം ശ്രീധരേട്ടന്റെ കുടുംബത്തിന്റെ പതനമാണ്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നായകൻ അഭിമന്യു ഇപ്പുറത്തുണ്ടല്ലോ. പക്ഷെ നായകനൊത്ത് വില്ലൻ വന്നാലോ? കണ്ണേട്ടിന്റെ അച്ഛനെയും സത്യപാലനെയും പ്രതാപകാലത്ത് അഭിമന്യു അവർക്ക് വില്ലനായി വന്ന പോലെ. അവിടെ ശബ്ദം പതിഞ്ഞതാണെങ്കിലും ആ വാക്കുകൾ യദുകൃഷ്ണന്റെ മനസ്സിൽ കൊണ്ടു. ഒന്നും സംഭവിക്കില്ല, നീ ഉറങ്ങി മീനു. അഭി വന്നില്ലല്ലോ കണ്ണേട്ടാ. അവനാരെയോ കാണാൻ പോയതാ, വന്നോളൂ. യദു അവളെ തന്റെ ദേഹത്തേക്ക് അടുപ്പിച്ച് കെട്ടിപ്പിടിച്ചു. മീനാക്ഷി ഉറങ്ങിയിട്ട് അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആരോ പിറകെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ വെച്ച് മധുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് യദുകൃഷ്ണൻ അറിഞ്ഞിരുന്നു. മദ്യപന്മാർ തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകത്തിൽ എത്തിയതാണെന്ന് അവിടുത്തെ പോലീസുകാർ പറഞ്ഞെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ വെറുതെ പേടിപ്പിക്കണമെന്ന് കരുതി ഇക്കാര്യം മിണ്ടിയില്ല. അഭിമന്യുവിനോട് പോലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. സമാധാനത്തോടെ ജീവിക്കുന്ന തങ്ങളുടെ ജീവിതത്തിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ വീണ്ടും ഉരുണ്ട് കൂടുകയാണോ? നായകനൊത്ത വില്ലനായി ആരെങ്കിലും വരുന്നുണ്ടോ? അസ്വസ്ഥതയോടെ ദർശനം എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.